കള്ളൻ നായരുടെ രേഖകളെപ്പോലെ ഡയറിക്കുറിപ്പുകളെപ്പോലെ ശ്രദ്ധേയമായിട്ടുള്ള രണ്ട് ആധികാരിക രേഖകളുടെ സമുച്ചയമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വകുപ്പിൽ നിന്നും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഒന്ന് കവളപ്പാറ പേപ്പേഴ്സ്, രണ്ടാമത്തേത് കൂടാളി ഗ്രന്ഥവരി. കൂടാളി ഗ്രന്ഥവരി തികച്ചും താളിയോര ഗ്രന്ഥങ്ങളിൽ നിന്ന് 16-ാം നൂറ്റാണ്ട് മുതൽ അവർ സൂക്ഷിച്ച രേഖകളുടെ പാർപ്പെടുത്ത ആ താളിയോല ഗ്രന്ഥങ്ങൾ ഞാനും എൻ്റെ റിസർച്ച് സ്കോളർ MD നാരായണനും കൂടി പഠിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. MD നാരായണൻ ഇതേ വിഷയത്തിലാണ് മധ്യകാല ഭൂബന്ധങ്ങൾ എന്ന് പറഞ്ഞ് കൂടാളി രേഖകളെ ആസ്പദമാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ PhD ചെയ്തിട്ടുള്ളത്. കവളപ്പാറ പേപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റപ്പാലം സബ് കോടതിയിലുള്ളൊരു കേസിന് വേണ്ടിയിട്ട് അവരുടെ പാർട്ടീഷൻ കേസിന് വേണ്ടി ഫയലാക്കിയ എത്രയോ ഫയലുകളുള്ള അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാൻ പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അത് പിന്നെ സുപ്രീം കോടതി പ്രിവി കൗൺസിൽ വരെ പോയിട്ടുള്ള രേഖകളാണ്. അപ്പോൾ ആ രേഖകളെല്ലാം എല്ലാ ഘട്ടങ്ങളിലും പരിശോധിച്ച് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് ഈ രണ്ട് ഗ്രന്ഥങ്ങൾ ഒരുപക്ഷെ കേരളത്തിലുള്ള ഫ്യൂഡൽ ബന്ധങ്ങളെ പറ്റിയിട്ടുള്ള പഠനങ്ങൾക്കുള്ള രേഖകൾ പണ്ട് ലോകനും മറ്റും ഉപയോഗിച്ചിട്ടുണ്ട് ചില ചെറിയ തോതിൽ. പക്ഷേ മധ്യകാല ഫ്യൂഡലിസം എങ്ങനെ പ്രവർത്തിച്ചു എന്നതിനുള്ള രേഖകളാണ് ഈ രണ്ട് രേഖകളും. ഈ രണ്ട് കുടുംബങ്ങളിൽ തമ്മിലൊരു വ്യത്യാസമുണ്ട്. കവളപ്പാറ പേപ്പേഴ്സ് എന്ന് പറഞ്ഞത് കവളപ്പാറ മൂപ്പിൽ നായർ സാമന്ത പദവിയുള്ള പാലക്കാട് രാജാവിൻ്റെ കീഴിൽ സാമന്ത പദവിയും ദേശാധിപത്യം എല്ലാം ഉള്ള അമ്പലപ്പടി ഇതെല്ലാം പറയുന്ന അവകാശങ്ങളുള്ള കുടുംബക്കാരാണ് സാമന്ത പദവിയിലുള്ളത്. കൂടാളിയാണെങ്കിൽ ഒരു നായർ പ്രഭു കുടുംബമാണ്. ആ നായർ പ്രഭു കുടുംബം എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ സ്വത്തുകളുണ്ടാക്കി, അതിൻ്റെ വഴികൾ എന്താണ്, അതിൽ നിന്ന് പിന്നീട് എങ്ങനെ പ്രൊഫഷണൽ ഗ്രൂപ്പ് കയറി വന്നു, ഇതെല്ലാം കാണിക്കുന്ന ഒന്നാണിത്. അപ്പോൾ കവളപ്പാറ പേപ്പേഴ്സിനെ പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ അതിൻ്റെ പ്രധാനമായ രേഖകൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത് ഈ രണ്ട് അച്ചടിച്ച പുസ്തകങ്ങളും ഇന്നെൻ്റെ കയ്യിലില്ല. പക്ഷേ ആ രണ്ട് പുസ്തകങ്ങൾക്കും ഞാൻ എഴുതിയ പഠനം, ആ പഠനങ്ങൾ എൻ്റെ ചരിത്ര പഠനങ്ങൾ എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 1000 പേജോളമുള്ള ഈ പുസ്തകത്തിൽ ചരിത്ര പഠനങ്ങൾ എന്ന് പറയുന്ന 1915 മറ്റോ 2016 വന്നിട്ടുള്ള പുസ്തകം. ഇതിൽ ഈ രണ്ട് പഠനങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഇൻട്രഡക്ടറി നോട്ട്സുകൾ. ആ ഇൻട്രഡക്ടറി നോട്ട്സിൽ പറയുന്ന കാര്യങ്ങൾ ഈ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് മധ്യകാല ഭൂബന്ധങ്ങളെ പറ്റിയിട്ട് വളരെ ആധികാരികമായ പഠനത്തിന് നമ്മുടെ ചരിത്രകാരന്മാർക്ക് ഇനിയും മുന്നോട്ട് പോകാം. ഇന്ത്യയിൽ ഫ്യൂഡലിസം ഉണ്ടായിരുന്നോ? ഇപ്പോൾ ഹർബംശ് മുഖിയെ പോലുള്ളവർ ഈ ഫ്യൂഡൽ സ്വഭാവം എന്താണ്, ഇതെല്ലാം പറയുമ്പോൾ ഈ രണ്ട് കുടുംബങ്ങളിലും, ഒന്ന് നായർ കുടുംബമാണ്, ഒന്ന് സാമന്ത കുടുംബമാണ്. ഈ രണ്ട് കുടുംബങ്ങളിലും ഭൂ അവകാശങ്ങൾ മുഴുവൻ എങ്ങനെ നിലനിന്നു, അവർ ഭൂമിയെ ഫീഫ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന നായർ പ്രഭുക്കന്മാർക്കുള്ള അവകാശമായിട്ട് ആ ഫീഫ് എന്ന് പറയുന്നത് യൂറോപ്യൻ ഫ്യൂഡലിസത്തിലുള്ള ഒന്നാണ്. പക്ഷേ യൂറോപ്യൻ ഫ്യൂഡലിസത്തിലെ പോലെ ഓത്ത് സത്യം ചെയ്ത് ഞാൻ കൂറ് പുലർത്തുന്നുള്ള ആ ചെറുപടി ഇവിടെ ഉണ്ടായിരുന്നില്ല. കവളപ്പാറ സാമന്ത കുടുംബം, ആ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത, അവർ കൊച്ചി രാജാവിൽ നിന്ന് അവർക്ക് സ്വത്തുക്കൾ കിട്ടിയിട്ടുണ്ട്. അതായത് മൂപ്പിൽ നായർ, അദ്ദേഹത്തിന് പല പേരുകളുണ്ട്. അതായത് ഒന്ന് ചുങ്കത്തച്ഛൻ, മാദേവൻ കുമരൻ, കേളൻ രാമൻ, ഇങ്ങനെ പല സാമന്ത പേരുകൾ അവർക്ക് കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ ഉടമകൾ അവർക്ക് ഫീഫായിട്ട് അല്ലെങ്കിൽ ദേശാധിപത്യം ഇതിനെല്ലാം കൊടുക്കുന്ന ഭൂ അവകാശങ്ങളുണ്ട്. അതിൻ്റെ സ്ഥാനം പ്രോപ്പർട്ടി എന്നാണ് പറയുക. ഈ 1933 മരുമക്കത്തായ ഇവരെല്ലാം പിന്തുടർന്നത് മരുമക്കത്തായാണ് രണ്ട് കുടുംബക്കാരും.
ആ മരുമക്കത്തായ കുടുംബത്തിൽ 33 ആക്ട് പ്രകാരം മരുമക്കത്തായ സ്വത്തുകൾ വായിക്കാം എന്ന് പറഞ്ഞപ്പോഴും കവളപ്പാറയുടേത് സ്ഥാനം പ്രോപ്പർട്ടി എന്നുള്ള നിലയിലാണ് കിട്ടിയത്. അത് വായിക്കാൻ പാടില്ല എന്ന നിലയിൽ ഇന്നും അതിൻ്റെ ഭാഗവ്യവഹാരങ്ങൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണെന്നാണ് അന്ന് ഇതെഴുതുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പഠനങ്ങൾ രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കുടുംബങ്ങൾ വന്നത്, ഞാൻ കവളപ്പാറ പേപ്പേഴ്സിനെ പറ്റിയിട്ട് അവർ രാജാക്കന്മാരിൽ നിന്ന് ഫീസ് വാങ്ങിക്കൊണ്ട് സൈനികമായിട്ടുള്ള സേവനം നിർവഹിച്ചതിന് കിട്ടിയിട്ടുള്ളതാണ്. അതേസമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടാളി പേപ്പേഴ്സ് ആദ്യം ഒരു അമ്പലം, ദൈവത്താറെന്ന് പറയുന്ന ഒരു അമ്പലം ഉണ്ടാക്കുന്നു ആ കുടുംബം ഒരു കുന്നിൻ്റെ മുകളിൽ. ആ കുന്നിൻ്റെ താഴെയുള്ള വീടായതുകൊണ്ടാണ് കൂടാളി താഴത്ത് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 16-ാം നൂറ്റാണ്ടിന് ശേഷം ഇവരിക്കുന്ന സ്വത്തുകൾ അമ്പലത്തിൻ്റെ പേരിൽ വാങ്ങുകയാണ്. അതായത് അമ്പലം പലിശക്ക് പണം കൊടുക്കുന്നു, നെല്ല് പലിശക്ക് കൊടുക്കുന്നു, കൃഷിക്കാരെ ഭൂമി ഏൽപ്പിക്കുന്നു, ആളുകൾ ദൈവത്താർ അമ്പലത്തിന് ഭൂമി കൊടുക്കുന്നു. ഇങ്ങനെയുള്ള അനേക ട്രാൻസാക്ഷനിലൂടെയാണ് കൂടാളി താവഴിക്കാർ വളർന്നു വരുന്നത്. കൂടാളി താവഴിയിലുള്ള പ്രമുഖ കാരണവന്മാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പട്ടാളക്കാരെ റിക്രൂട്ട് ചെയ്ത് കൊടുത്തിരുന്നു. ഒരു പട്ടാളക്കാരനെ കൊടുത്താൽ 2 റുപ്യയാണ് അവർക്ക് അന്ന് കിട്ടിയിരുന്നത്. ആ പട്ടാളക്കാരൻ മരിച്ചാൽ 2 റുപ്യ അവൻ്റെ കുടുംബത്തിന് കൊടുക്കുന്നു. ഇങ്ങനെ ആ കുടുംബം വളർന്നു വന്ന് സ്വത്തുക്കൾ സമ്പാദിച്ച് 20-ാം നൂറ്റാണ്ടിലെത്തുമ്പോൾ ഇതിലെ കാരണവന്മാരിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആൾ KT കുഞ്ഞിക്കമാരൻ നമ്പ്യാരാണ്. KT കുഞ്ഞിക്കമാരൻ നമ്പ്യാർ അന്ന് ഒരു ഇന്ത്യക്കാരനെത്താവുന്ന ഏറ്റവും വലിയൊരു പൊസിഷൻ, വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായിരുന്നു കുഞ്ഞിക്കമാരൻ നമ്പ്യാർ. അതേപോലെ തന്നെ ഇദ്ദേഹം ഒരു ദേശീയവാദിയായിരുന്നു. പയ്യന്നൂരിൽ 1928 നടന്ന സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആ സമ്മേളനത്തിൻ്റെ സ്വീകരണ അധ്യക്ഷനായിരുന്നു കുഞ്ഞിക്കമാരൻ നമ്പ്യാർ. അദ്ദേഹം MLC ആയിരുന്നു, മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള. പിന്നീട് അദ്ദേഹം രാജിവെച്ചിട്ട് ജമ്മിയുടെ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് അസംബ്ലിയിലേക്ക് ജയിച്ചു വരികയെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഒരു കുടുംബത്തിൽ നിന്ന് അവിടുത്തെ സ്ത്രീകൾ പോലും ദേശീയവാദികളായിരുന്നു. ഒരു ഉദാഹരണത്തിന് അവിടുത്തെ ഒരു കാരണവർക്ക് അധികാരി പണിക്ക് പോകുമ്പോൾ അന്ന് വരെ അദ്ദേഹം ഖദർ മുണ്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്, ഖദർ മുണ്ടും ഖദർ ഷർട്ടും. പക്ഷേ അധികാരി പണി കിട്ടണമെങ്കിൽ സാഹിബിൻ്റെ അധികാരി പണിക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ ഇയാൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഖദർ വസ്ത്രം മാറ്റിയിട്ട് മല്ലുമുണ്ട് ഉണ്ടാകുമ്പോൾ ഈ സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് പറയുകയാണ്, നാണമില്ലേ ഇവൻ്റെ 2 റുപ്യ പണിക്ക് പോകുമ്പോൾ, ശമ്പളം വാങ്ങാനുള്ള പണിക്ക് പോകുമ്പോൾ ഖദർ മാറ്റിയിട്ട് മല്ലുമുണ്ട്. അതൊരു രാഷ്ട്രീയ ബോധമാണ്. ഖദർ മുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങളൊരു യൂണിഫോമാണ്, അത് മാറ്റിയിട്ട് ഈ പണിക്ക് വേണ്ടിയിട്ട് ഇവ മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ നിശിതമായിട്ടുള്ള രാഷ്ട്രീയ ബോധമുള്ള ഈ കുടുംബത്തിലാണ് പിന്നീട് ഞാനിവിടെ കള്ളനായരുടെ പഠനത്തിൽ പറഞ്ഞ പോലെ KT കുഞ്ഞിരാമൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ വോട്ട് കൊണ്ടിൻ്റെ വ്യത്യാസത്തിലായിരുന്നു EMS നമ്പൂതിരിപ്പാടും അബ്ദുറഹിമാനും KPCCയുടെ പ്രസിഡൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും വലിയ രാഷ്ട്രീയ ബോധമുള്ള ഒരു കുടുംബമാണ് കൂടാളി താഴത്ത് കുടുംബം. അതേ സമയത്ത് കവളപ്പാറ കുടുംബം അത് 1800-കളുടെ അവസാനത്തിൽ 1900-ൽ അതിൽ ചെറിയൊരു ദൈത്യാരമ്മ മാത്രം വരികയും അവർക്ക് ഭരണം കഴിയാത്തത് കൊണ്ട് എസ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടി മുഴുവൻ ജില്ലാ കലക്ടർ കോർട്ട് ഓഫ് വാർഡ്സിൻ്റെ നിയമപ്രകാരം ഏറ്റെടുക്കുകയും ആ കോർട്ട് ഓഫ് വാർഡ്സിൻ്റെ നിയമപ്രകാരം ആ എസ്റ്റേറ്റ് ഒരു ക്യാപിറ്റലിസ്റ്റ് ഫാം പോലെ സായിപ്പ് നോക്കാൻ തുടങ്ങുകയെല്ലാം ചെയ്തിട്ടുള്ള രേഖകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ഫാം എന്ന നിലയിൽ അവർ കൃഷിക്ക് വളങ്ങൾ ഉപയോഗിക്കുകയും നേത്യാരമ്മക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ വേണ്ടിയിട്ട് പറയുകയെല്ലാം ചെയ്യുന്നു. നേത്യാരമ്മക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ അവരുടെ സ്റ്റഡി ടൂർ സിലോണിലേക്കെല്ലാം പോകുമ്പോൾ ഇവർ എതിർക്കുകയാണ് ചെയ്യുന്നത്. കാരണം കടൽ കടക്കാൻ ഞങ്ങൾക്ക് പാടില്ല എന്നുള്ള നിലയിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള എസ്റ്റേറ്റ് കുടുംബത്തിനെ മാറ്റി ഈ നേത്യാരമ്മ അധികാരത്തിലേക്ക് വരുന്ന കൊണ്ടുള്ള പിന്നീട് അവർ ഭരണത്തിൽ നിന്ന് ഒഴിയുന്നത്. കവളപ്പാറ നായർക്ക് പല കടമകളും നിർവഹിക്കാനുണ്ട്. ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിൽ
തച്ചുടേ കൈകളുടെ എഴുന്നള്ളിപ്പിൽ അറ്റൻഡ് ചെയ്യുക, സ്മാർത്ത വിചാരം നടക്കുമ്പോൾ അതിൽ ഭൂപ്രഭുവായിട്ട് പങ്കെടുക്കുക, ഇങ്ങനെ പല അധികാരങ്ങളുള്ളൊരു കുടുംബമായിട്ട് അവർ മാറിയിട്ട് ബ്രിട്ടീഷ് ഭരണത്തിൽ അവർക്ക് 40,000 ഉറുപ്പ്യോളം 4,000 ഉറുപ്പ്യോളം മാലികാനം കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. ഇന്നും ആ കുടുംബത്തിലെ പാർട്ടീഷൻ സ്ഥാനം പ്രോപ്പർട്ടിയെ പറ്റിയിട്ടുള്ള ഇതായിട്ട് തീർത്തിട്ടില്ല. പറച്ചി വെറ്റ പന്തീരുകുളത്തിലെ ഒരാളാണ് കവളപ്പാറയുടെ തുടക്കമെന്ന് പറയുന്ന ഒരു ഐതിഹ്യം അവിടെയുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രതിപാദിച്ചുകൊണ്ട് എൻ്റെ പ്രധാന ലക്ഷ്യം കവളപ്പാറയെ പറ്റി എഴുതുകയില്ല. ആ ഭൂബന്ധങ്ങൾ എന്തായിരുന്നു? ഒരു ഭാഗത്ത് ജന്മി, കാണക്കാർ, കുടിയാൻ, വെറുമ്പാട്ടക്കാർ, കർഷകർ, ഇവർ തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയിട്ടുള്ള പഠനമായിരുന്നു. ഈ പഠനം തന്നെയായിരുന്നു വാസ്തവത്തിൽ കൂടാളി ഗ്രന്ഥവരിയിലും നിർവഹിച്ചിട്ടുള്ളത്. കൂടാളി ഗ്രന്ഥവരിയിൽ അമ്പലം കൊണ്ട് തുടങ്ങി, ആ അമ്പലങ്ങൾ കൊണ്ട് തുടങ്ങി വളർന്ന് വന്ന് വലിയ കുടുംബമായി. ആ കുടുംബമായപ്പോൾ ആ കുടുംബത്തിനെ പറ്റിക്കുവാൻ വേണ്ടിയിട്ടുള്ള വേറെ കുടുംബങ്ങളിലുള്ള കോടതി മത്സരങ്ങൾ, അതിൽ ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ, ഇതെല്ലാം ഞാനതിൽ കാണിച്ചു കൊണ്ടുള്ള ഒരു പഠനമാണ് കൂടാളി ഗ്രന്ഥവരി. അപ്പോൾ ഈ 2 പഠനങ്ങളും കേരളത്തിലെ മധ്യകാലീന ബന്ധങ്ങളിലെ ഭൂബന്ധങ്ങൾ എങ്ങനെ ഫ്യൂഡലിസത്തിൻ്റെ ഇതായിട്ട് മാറുന്നു, അതിൻ്റെ ചിത്രീകരണമാണ് ഞാൻ നിർവഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫ്യൂഡലിസത്തിൻ്റെ ചിത്രീകരണം എന്ന് പറഞ്ഞാൽ കവളപ്പാറ നായർക്ക് പടയാളികളുണ്ട്. അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ പടയാളികൾ മുന്നിൽ നടക്കണം, ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനക്രമങ്ങൾ, ഇതെല്ലാം തന്നെ ഫ്യൂഡലിസത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളാണ്. അപ്പോൾ ഇവയെപ്പറ്റിയെല്ലാം മധ്യകാലത്തെപ്പറ്റി പഠിക്കുന്നവർക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള, അതായത് സ്ട്രേയർ പറയുന്നത്, ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ അധികാരങ്ങൾ ജമ്മിമാർ ഉപയോഗിക്കുന്നതിനെയാണ്, സ്ട്രേയർ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ കവളപ്പാറ ചെയ്തത് എന്താണ്? സ്റ്റേറ്റിൻ്റെ അധികാരങ്ങൾ, അവിടെയുള്ള സൈന്യം കൊടുക്കുക, അതേപോലെ തന്നെ നീതിന്യായങ്ങളിൽ പങ്കെടുക്കുക, കുടിയാന്മാരുടെ ഭരണത്തിൽ പങ്കെടുക്കുക, ഇങ്ങനെയുള്ള നീതിന്യായ പരിപാടികൾ എല്ലാം ചെയ്യുന്നു. അപ്പോൾ കവളപ്പാറയ്ക്ക് ഒരു കൾച്ചറൽ ഡൈമെൻഷൻ ഉണ്ട്. ആ കൾച്ചറൽ ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ പാവക്കൂത്തിന് ഏറ്റവും ഇന്ന് കാണുന്ന ഏറ്റവും നാമാവശേഷമായിട്ടുള്ളൊരു ഫോക്ലോർ പാരമ്പര്യം കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും മറ്റും ഈ പാവക്കൂത്തുകളുണ്ട്. ആ പാവക്കൂത്തുകളുടെ പ്രചാരകനായിട്ട് അദ്ദേഹം മാറിയിട്ടിരുന്നു. ഇദ്ദേഹത്തിന് തന്നെ ബ്രിട്ടീഷുകാർ ലെഫ്റ്റനൻറ്റ്, കമാൻഡൻറ്റിൽ നല്ല പദവികൾ കൊടുത്തിരുന്നു. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള പഠനവും ഇത് രണ്ടും കമ്പാരിറ്റീവ് ചെയ്തുകൊണ്ട് ഉള്ള എൻ്റെ കീഴിൽ തന്നെ ഒരു കുട്ടി PhD എടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ നിലയിലുള്ള പഠനങ്ങൾക്കോ കേരള ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുണ്ടെന്ന് മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊള്ളുന്നു.